ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. ഇതാണ് നമ്മുടെ ഐറ്റം. ഇതൊരു മൈക്കാണ്. ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു, ഏത് മൈക്കാണ് ഞാൻ വാങ്ങണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ എനിക്കതിൽ കുറച്ച് എല്ലാവരും പറഞ്ഞാലും പിന്നെ അറിയുന്നവരൊക്കെ ഈ വ്ളോഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരൊക്കെ പറഞ്ഞിട്ട് അവർ സജസ്റ്റ് ചെയ്തേക്കുന്ന ഒരു മൈക്കാണ് ഹോളി ലാൻഡിൻ്റെ ഏതാണ് ഇതിൻ്റെ ലാർക്ക് A1 എന്ന് പറഞ്ഞിട്ടുള്ള മൈക്കാണിത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഇതിൻ്റെ അൺബോക്സിങ് ഇങ്ങനെ തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ് വരുന്നത്. അപ്പോൾ നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് തന്നെ നല്ലൊരു അൽക്കുത്ത് പേപ്പറുകൾ സാധനങ്ങളുണ്ട്. പിന്നെ വാറണ്ടി കാർഡും പിന്നെ അതിൻ്റെ മറ്റേ ആപ്പ് സാധനങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യുന്ന പേപ്പറാണിത്. ഇതാണ് നമ്മുടെ ഹോളി ലാൻഡിൻ്റെ ബോക്സ്. ഇതാണ് നമുക്ക് ആവശ്യമുള്ള സാധനം. പിടിക്കട്ടെ, അടിയിൽ എന്തുകൊണ്ട് ഇതതിൻ്റെ പ്രൊട്ടക്റ്റിംഗ് കവർ. ഹോളി ലാൻഡിൻ്റെ ബ്രാൻഡും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടേക്കുന്ന കവറാണ്. സംഭവം കൊള്ളാം. ഇതിലും എന്തോ ഉണ്ട്. ചാർജർ കേബിളാണ്. പിടിക്കട്ടെ. നെക്സ്റ്റ് വരുന്നത് മറ്റേ ഇതിനെന്തിട്ട് പറയാന്ന് എനിക്കവിടെ മൈക്ക് നോക്കിയൊക്കെയാണ് ആ പഞ്ഞിക്കുത്ത് സംഭവം. സിലിക്ക ജെല്ലി നമുക്ക് ആവശ്യമില്ലാത്തതാണ്. വീണ്ടും ഒരു പഞ്ഞിക്കുത്തും കൂടി ഉണ്ട്. പിന്നെ കാര്യം കേട്ടോ, വേറെ ഒന്നുമില്ല. നമുക്ക് നമ്മുടെ ഐറ്റം തുറന്ന് നോക്കാം. ഏകദേശം തുറന്നുണ്ട്. അതിന് കവറൊക്കെ ഇങ്ങനെ ഒഴിക്കുന്നത്. ഇതാണ് നമ്മുടെ ഹോളി ലാൻഡ് ബോക്സ്. ഇതാ 2 മൈക്ക് വരുന്നുണ്ട്, 2 റിസീവർ. ഇതിൽ ഒരെണ്ണം ഐഫോണിൻ്റെ ലൈറ്റ്നിങ് ആണ്, ലൈറ്റ്നിങ് കണക്ടർ. പിന്നെ വരുന്നത് C ടൈപ്പ് കണക്ഷൻ. ഈ 2 കണക്ഷനാണ് ഇതിൽ വരുന്നത്. ഇത് 2 ഫോണിൻ്റെ നേരെ ബാക്കിൽ, അതായത് ചാർജിങ് പോർട്ടിൽ കുത്തുന്ന സംഭവമാണ്. ഇത് നമ്മുടെ മൈക്ക് കണക്ട് ചെയ്യുന്നു. എന്നിട്ട് പിന്നെ ഇതിൻ്റെ ഹോളി ലാൻഡിൻ്റെ ആപ്പ് ഉണ്ട്. ആപ്പ് വഴി നേരെ ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സാധാരണ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാം. നമ്മളെ പ്രീമിയം ക്വാളിറ്റിയാണ് കേട്ടോ ഈ ബോക്സ് വരുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ ചെറിയൊരു LED ലൈറ്റ് ഉണ്ട്, കാണുന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അത്യാവശ്യം നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ, ബോക്സ് ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 2 പ്രാവശ്യം ചാർജ് ചെയ്യാൻ തോന്നുന്നുണ്ട്. പിന്നെ അതിൽ എന്നിട്ട് എഴുതിയിരിക്കുന്നത് വായിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അവിടെ 27 മണിക്കൂറാണ് ലോങ് ഡ്യൂറേഷൻ പറയുന്നുണ്ട്. പിന്നെ മാഗ്നറ്റ് വരുന്നുണ്ട് അതുമ്പോൾ. പിന്നെ ഓട്ടോ ലിമിറ്റ്, ക്ലിപ്പ് പ്രൊട്ടക്ഷൻ, ഈക്വലൈസർ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്, നോയിസ് ക്യാൻസലേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഗെയിൻ അഡ്ജസ്റ്റ്മെൻറ്റോ അന്ന് സംഭവം ഒന്നും അറിയില്ല. എന്തായാലും ഇതാണ് ഇതിൻ്റെ ബോക്സ്. ഇതിലൊക്കെ ഇത്ര സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്കിതിനെപ്പറ്റി വലിയ പിടുത്തങ്ങളും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് അത് ഉപയോഗിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ എന്താ പറയുക റിവ്യൂ കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോ ഇടാം. ഓക്കെ.